എല്ലാവർക്കും നമസ്കാരം. പ്ലംബിംഗ് ട്രേഡിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തന തത്വം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. സിസ്റ്റത്തിനുള്ളിലെ ജലത്തിന്റെ താപനില വിശകലനം ചെയ്യുക, ചൂടുള്ളതും തണുത്തതുമായ ജലവിതരണ പൈപ്പ് ലൈൻ ലേഔട്ട് ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഒരു ഡ്രോയിംഗ് വ്യാഖ്യാനിക്കുക, ചൂടും തണുപ്പുമുള്ള ജലവിതരണ പൈപ്പ് ലൈൻ സ്ഥാപിക്കുക, സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം മനസ്സിലാക്കുക. ഈ പാഠത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. സോളാർ വാട്ടർ ഹീറ്ററിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുക, ചൂടുള്ളതും തണുത്തതുമായ പൈപ്പ് ലൈനുകൾ കണ്ടെത്തുക, തെർമോമീറ്റർ തയ്യാറാക്കുക, ചൂടുവെള്ളത്തിന്റെയും തണുത്ത വെള്ളത്തിന്റെയും താപനില പരിശോധിക്കുക, മെറ്റീരിയലുകളുടെ പട്ടിക തയ്യാറാക്കുക, ബാത്ടബിലേക്കും വാഷ് ബേസിനിലേക്കും ചൂടുവെള്ള കണക്ഷൻ നൽകുക, വാട്ടർ ഹീറ്റർ ഫിക്സ് ചെയ്ത് വർക്ക് സ്പോട്ട് അളന്ന് അടയാളപ്പെടുത്തുക, ചുവരിൽ വാട്ടർ ഹീറ്റർ ഫിക്സ് ചെയ്യുക, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പുകളും ഫിറ്റിങ്ങുകളും ബന്ധിപ്പിക്കുക, കലക്ടർ മൗണ്ട് ചെയ്യുക, സോളാർ സ്റ്റോറേജും ഹീറ്റ് എക്സ്ചേഞ്ചറും ഇൻസ്റ്റാൾ ചെയ്യുക, പ്രഷർ പമ്പും പൈപ്പ് ലൈനും ഇടുക, കൺട്രോൾ ഡ്രൈവ് ഉപയോഗിച്ച് വാട്ടർ ലൈനുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, ആവശ്യമായ ഉപകരണങ്ങളും മെറ്റീരിയലും, പ്ലംബർ ടൂൾ കിറ്റ് 1, ടെസ്റ്റർ 1, മെഷറിംഗ് ടേപ്പ് 1, സ്പാനർ സെറ്റ് 12 1, സോളാർ വാട്ടർ ഹീറ്റർ 1, mobile oil 1, insulator 1, pipes and fittings as required, cement mortar as required, thermometer 1, gloves as required, goggles as required, GI data sheet as required, pipe wrench 250 mm 1, pipe wrench 300 mm 1, hammer 1, chisel 1, water pump plier 1, screwdriver 1, hammer drilling machine 1, PVC connection half-inch heavy duty 1, GI fittings as required, GI pipe as required, thread seal as required, special clamp as required, pipe die as required, hand hacksaw 1, trowel 1, oil can 1, pipe vise 1, water heater complete set 1, nuts and bolts as required, angel cock as required, safety valve as required. ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. സോളാർ വാട്ടർ ഹീറ്റർ സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയൽ. വാട്ടർ പൈപ്പ് ലൈൻ കണക്ഷൻ പരിശോധിക്കുക, സോളാർ വാട്ടർ ഹീറ്ററിന്റെ മൗണ്ടിംഗ് പരിശോധിക്കുക, ലേഔട്ട് അനുസരിച്ച് നൽകിയിരിക്കുന്ന ഇലക്ട്രിക്കൽ കണക്ഷൻ പരിശോധിക്കുക, സ്വിച്ച് ഓണാക്കി ഹീറ്റിംഗിന്റെ പ്രവർത്തനം പരിശോധിക്കുക, ഫ്രീസ് പ്രൊട്ടക്ഷൻ സിസ്റ്റം പരിശോധിക്കുക, ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഫംഗ്ഷൻ പരിശോധിക്കുക. സോളാർ വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി ടിപ്സ്. ശരിയായ ഉപകരണങ്ങൾ ഉപയോഗിക്കുക, സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുക, ഇലക്ട്രിക്കൽ ലൈനുകളിൽ കൃത്രിമം കാണിക്കരുത്, ഇലക്ട്രിക്കൽ പോയിന്റും ബോർഡും പരിശോധിക്കുക, ഇടതുവശത്ത് മാത്രം ചൂടുവെള്ള കണക്ഷൻ നൽകണം. ചൂടുവെള്ളത്തിന്റെ താപനില വിശകലനം ചെയ്യൽ. ആഴത്തിന്റെ അളവുകൾക്കായി ഒരു നല്ല സ്ഥലം കണ്ടെത്തുക. ഒരു ബോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആഴത്തിലുള്ള വെള്ളത്തിലേക്ക് പ്രവേശനമുള്ള സ്ഥലം തിരിച്ചറിയുക. നിങ്ങൾ കരയ്ക്ക് സമീപം സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ സംരക്ഷണ ഗ്ലൗസ് ധരിക്കുക. ടെമ്പറേച്ചർ അളക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ടെമ്പറേച്ചർ പ്രോബ് ഉപരിതലത്തിൽ നിന്നും 5 സെന്റിമീറ്റർ ആഴത്തിൽ സബ്മേർജ് ചെയ്ത് അളക്കുക. നിങ്ങളുടെ ഡിജിറ്റൽ തെർമോമീറ്റർ വെയ്റ്റ് അല്ലെങ്കിൽ ലോവർ ചെയ്യുക, അല്ലെങ്കിൽ TERC വാട്ടർ പമ്പ് ഉപയോഗിക്കുക. വാട്ടർ സാമ്പിളുകൾ 10, 50, 100, 150 and 200 സെന്റിമീറ്ററുകളിൽ എടുക്കുക. ടെമ്പറേച്ചർ പ്രോബ് ഉപയോഗിച്ച് ഫീൽഡിലെ ഈ ജലസാമ്പിളുകളുടെ താപനില അളക്കുക. തണുത്ത വെള്ളത്തിന്റെ താപനില വിശകലനം ചെയ്യുക. ടെമ്പറേച്ചർ പ്രോബ് അല്ലെങ്കിൽ തെർമോമീറ്റർ ഉപയോഗിച്ച് ജലാശയത്തിനു മുകളിൽ പല സ്ഥലങ്ങളിലെയും വായുവിന്റെ താപനില അളക്കുക. വെയിലും തണലുമുള്ള സ്ഥലങ്ങളിൽ അളക്കുന്നത് ഉറപ്പാക്കുക. ഡാറ്റ സെറ്റിലെ താപനില അടയാളപ്പെടുത്തുക. ചൂടുള്ളതും തണുത്തതുമായ വെള്ളത്തിന്റെ താപനില വിശകലനം ചെയ്യുക. ഇടതുവശത്തെപ്പോഴും ചൂടുവെള്ളം ഉറപ്പിക്കുക.
തണുത്ത വെള്ളം പൈപ്പിന്റെ വലതുവശത്ത് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. തണുപ്പുകാലത്ത് 55 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള തണുത്ത താപനിലയെ ചെറുക്കാൻ ജല പൈപ്പ് ലൈൻ ഭൂമിക്ക് താഴെയായി സ്ഥാപിക്കണം. ചൂടുവെള്ളത്തിന്റെ മൈഗ്രേഷൻ പരിമിതപ്പെടുത്താൻ വാട്ടർ ഹീറ്ററിൽ ഒരു ഹീറ്റ് ട്രാപ്പ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. PVC പ്രഷർ പൈപ്പിന്റെ പരമാവധി പ്രവർത്തന താപനില പരിശോധിക്കുക. അത് 140 ഡിഗ്രി ഫാരൻഹീറ്റിൽ കവിയുന്നില്ലെന്ന് ഉറപ്പാക്കുക. ചൂടുവെള്ളത്തിനായി എപ്പോഴും PVC പൈപ്പുകൾ ഉപയോഗിക്കുക. ടാപ്പ് വാട്ടർ പൊള്ളുന്നത് തടയാൻ ചൂടുവെള്ളം 49 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 120 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതലാകരുത്. ഹോട്ട് വാട്ടർ ലൈനിൽ നിന്ന് കോൾഡ് വാട്ടർ ലൈൻ ചൂട് പിടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചൂടുള്ളതും തണുത്തതുമായ വെള്ളം തരുന്ന പൈപ്പുകൾ ഏകദേശം 6 ഇഞ്ച് അകലത്തിലാണെന്ന് ഉറപ്പാക്കുക. 3/4 ഇഞ്ചോ അതിൽ കൂടുതലോ ഉള്ള എല്ലാ വാട്ടർ പൈപ്പ് ലൈനുകളും ഇൻസുലേറ്റ് ചെയ്തിരിക്കണം. മർദ്ദവും താപനിലയും വർദ്ധിപ്പിക്കുന്നതിനാൽ ചൂടുള്ളതും തണുത്തതുമായ ജല സംവിധാനത്തിൽ നിന്ന് ജലം തിരികെ ഒഴുകുന്നില്ലെന്ന് പരിശോധിക്കുക. ടാങ്കിന്റെ അടിയിലടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ ചൂടാക്കൽ ഘടകങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. ബാത്ത് ടബിലേക്കും വാഷ് ബേസിനിലേക്കും ചൂടുവെള്ളം എങ്ങനെ ബന്ധിപ്പിക്കാം? വാട്ടർ ഹീറ്ററിലേക്ക് ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും ബന്ധിപ്പിക്കുക. Connect the inlet and outlet pipe to the wash basin and bathtub. വാട്ടർ ഹീറ്റർ ഓണാക്കി ചൂടുവെള്ളത്തിന്റെ ഒഴുക്ക് പരിശോധിക്കുക. സുരക്ഷാ മുൻകരുതലുകൾ: വാട്ടർ ഹീറ്ററിന് ശരിയായ എർത്തിംഗ് നൽകുക. ഇടതുവശത്തെ പൈപ്പിലേക്ക് മാത്രം ചൂടുവെള്ള കണക്ഷൻ നൽകുക. വാട്ടർ ഹീറ്റർ സ്ഥാപിക്കൽ: ഫിക്സിംഗ് സ്ഥലം തിരഞ്ഞെടുക്കുക. അത് സ്ഥാപിക്കുക. ശേഷം ഹോൾഡിംഗ് പോയിന്റ് അടയാളപ്പെടുത്തുക. ചുവരിൽ ചേസിംഗ് എടുക്കുക. ബോൾസ് ഉപയോഗിച്ച് ഹീറ്റർ പൊസിഷനിൽ ഫിക്സ് ചെയ്യുക. നട്ട് ഇടുക, മുറുക്കുക. ഒരു വാൾവ് ശരിയാക്കി ഫ്ലെക്സിബിൾ പൈപ്പ് ഉപയോഗിച്ച് ലംബമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇൻലെറ്റ് പരിശോധിക്കുക. ഫ്ലെക്സിബിൾ പൈപ്പ് ഉപയോഗിച്ച് പ്രഷർ റിലീഫ് വാൾവ് ഉറപ്പിച്ചതിനു ശേഷം ഔട്ട്ലെറ്റ് ബന്ധിപ്പിക്കുക. വൈദ്യുത വിതരണത്തിലേക്ക് ഹീറ്റർ പ്ലഗ് ചെയ്യുക. ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. ക്ലോസ്ഡ് ലൂപ്പ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ. ഒരു ക്ലോസ്ഡ് ലൂപ്പ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാന ഘട്ടങ്ങൾ ഇവയാണ്. സോളാർ കളക്ടറുകൾ മേൽക്കൂരയിൽ സ്ഥാപിക്കുക. സോളാർ സ്റ്റോറേജ് ടാങ്കും ഹീറ്റ് എക്സ്ചേഞ്ചറും സ്ഥാപിക്കുക. ഗ്ലൈക്കോൾ ലൂപ്പിനായി പൈപ്പിംഗും പ്രഷർ പമ്പും സ്ഥാപിക്കുക. വാട്ടർ പൈപ്പ് സ്ഥാപിക്കുക. കൺട്രോൾസ് ഇൻസ്റ്റാൾ ചെയ്യുക. സിസ്റ്റം ഫിൽ ചെയ്യുക. വാട്ടർ ലൈനുകളും ഗ്ലൈക്കോൾ ലൈനുകളും ഇൻസുലേറ്റ് ചെയ്യുക. ഈ പാഠത്തിൽ താഴെ പറയുന്നവ എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തു. സോളാർ വാട്ടർ ഹീറ്ററിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുക. ചൂടുള്ളതും തണുത്തതുമായ പൈപ്പ് ലൈനുകൾ ലൊക്കേറ്റ് ചെയ്യുക. തെർമോമീറ്റർ തയ്യാറാക്കുക. ചൂടുവെള്ളത്തിന്റെയും തണുത്ത വെള്ളത്തിന്റെയും താപനില പരിശോധിക്കുക. മെറ്റീരിയലുകളുടെ പട്ടിക തയ്യാറാക്കുക. ബാത്ത് ടബിലേക്കും വാഷ് ബേസിനിലേക്കും ചൂടുവെള്ള കണക്ഷൻ നൽകുക. വാട്ടർ ഹീറ്റർ ഫിക്സ് ചെയ്ത് മെഷർ ചെയ്യുക. ചുവരിൽ വാട്ടർ ഹീറ്റർ ഫിക്സ് ചെയ്യുക. ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പുകളും ഫിറ്റിംഗുകളും ബന്ധിപ്പിക്കുക. കളക്ടർ മൗണ്ട് ചെയ്യുക. സോളാർ സ്റ്റോറേജും ഹീറ്റ് എക്സ്ചേഞ്ചറും ഇൻസ്റ്റാൾ ചെയ്യുക. പ്രഷർ പമ്പും പൈപ്പ് ലൈനും ഇടുക. കൺട്രോൾ ഡ്രൈവ് ഉപയോഗിച്ച് വാട്ടർ ലൈനുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്കിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.